ഇന്ന് ഒരു മന്തി റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോണത്. ഒരു പെട്ടെന്നൊരു മന്തി എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ നമ്മുടെ ആവശ്യത്തിന് ചിക്കൻ, പിന്നെ ഇതിൽ 8 ചെറിയ മാഗി ക്യൂബാണ് ഇട്ടിരിക്കുന്നത്, പിന്നെ ഒരു ഡ്രൈ ലെമണുമാണ് ഇതിലിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ 4 ഗ്ലാസ് അരിക്കുള്ള ചിക്കനും അതുപോലെ തന്നെ മാഗി ക്യൂബും ആണ് ഇതിലിട്ടിരിക്കുന്നത്. ഒരു ഡ്രൈ ലെമൺ മതി. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണോ എത്ര അരി ആണോ ഇടുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ. ഇനി വലിയ മാഗി ക്യൂബ് ആണെങ്കിൽ ഒരു 4 എണ്ണം മതി. നമ്മൾ ചെറുതായതുകൊണ്ടാണ് 8 മാഗി ക്യൂബ് എടുത്തത്. എന്താ ക്യാപ്സിക്കോ ഒക്കെ ഇടുമോ മന്തിയിൽ? ഞാനിടും. ശരി. അതിന് ക്യാപ്സിക്കം വെറുതെ. പിന്നീട് ഒരു ഫുൾ ക്യാപ്സിക്കം ആഡ് ചെയ്തു. ആ ഫുൾ ക്യാപ്സിക്കത്തിന് ശേഷം ഒരു 3-4 പച്ചമുളക് കയ്യിലോട്ട് ആഡ് ചെയ്യാം. ഒരു 3 ടേബിൾ സ്പൂൺ ഗരം മസാല അതിലോട്ട് ആഡ് ചെയ്യാം. അതിലോട്ട് കുറച്ച് പെപ്പർ ആഡ് ചെയ്യാം. പെപ്പർ വന്നിട്ട് പൊടിയല്ല, റൗണ്ട് പെപ്പറാണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത്. കുറച്ച് പെപ്പർ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ കുറച്ചൊരു കളർ, ഫുഡ് കളർ, ഒരു റെഡ് കളർ നമ്മൾ കുറച്ച് അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇതെല്ലാം കൂടെ ഒന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഉമ്മ ടേക്കിങ് എത്ര എണ്ണ അമ്മ? എത്രയാണ്? ഹാഫ് കപ്പ് ഓയിൽ. നമ്മളൊരു ഹാഫ് കപ്പ് ഓയിൽ എല്ലാം ആഡ് ചെയ്ത് നമ്മളിത് സ്റ്റവിൽ കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചത്. അതിന് ശേഷം നമ്മൾ ബസുമതി റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബസുമതി റൈസ് കുറച്ച് നമ്മൾ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ വെള്ളം ബോയിൽ ചെയ്തിട്ടുണ്ട്. ആ വെള്ളത്തിലോട്ട് നമ്മൾ ഈ ബസുമതി റൈസ് ഇട്ട് കൊടുത്തു. നമ്മൾ വെച്ച ആ ചിക്കനൊക്കെ ഒന്ന് ഒരു ഭാഗം ഫ്രൈ ആയപ്പോൾ നമ്മൾ അത് മറിച്ചിട്ട് കൊടുക്കുകയാണ്, നെക്സ്റ്റ് ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആവാൻ. ആവി വരാൻ തുടങ്ങി ഗായ്സ്. ചോപ്പറിന്റെ ഇതായില്ല. മന്തിയുടെ കൂടെയുള്ള സാലഡ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിനുള്ള വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യാണ്. ഈ ഒരു ചോപ്പർ ഭയങ്കര യൂസ്ഫുള്ളാട്ടോ. ഇനി അടുത്ത പ്രോസസ്സിന് വേണ്ടി നമ്മൾ കുറച്ച് പാലും അതിൽ കുറച്ച് ടേമറിക് പൗഡറും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ വെള്ളം പ്ലസ് ടേമറിക് ആൻഡ് മിൽക്ക് അടുത്ത് സെറ്റ് ചെയ്യാൻ മേലുണ്ട്. നെക്സ്റ്റ് പ്രോസസ്സ് വന്നിട്ട് ഇത് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം വെച്ച ആ ഒരു ചിക്കൻ അതിൽ റൈസ് ഇട്ടു. നമ്മൾ വെന്ത ആ ഒരു ബസ്മതി റൈസ് ഒരു ലെയറായിട്ട്, അതാദ്യം ചിക്കൻ്റെ മേലെ ഒരു ലെയറായിട്ട് റൈസ് ഇട്ടു. ഇത് ഫുള്ളായി ഫില്ല് ചെയ്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ്റെ ആ ഒരു വെള്ളം പ്ലസ് കുറച്ച് ഒരു നമ്മുടെ ടേമറിക്കും മിൽക്കും കൂടെയുള്ള ഒരു ഇതില്ലേ, അതും നമ്മൾ അതിലോട്ട് ആഡ് ചെയ്തു. വീണ്ടും നമ്മൾ റൈസ് ഇതിൻ്റെ മേലോട്ട് ആഡ് ചെയ്യും. നമ്മളിത് ലെയർ ചെയ്യുകയാണ്. നമ്മൾ ഈ റൈസ് അതിൻ്റെ മേലെ ലെയർ ചെയ്തതിന് ശേഷം
പിന്നെ നമ്മുടെ ബാക്കിയുള്ള ആ ഒരു ചിക്കൻ്റെ വെള്ളവും ടേമറിക്കും മിൽക്കും കൂടെ പിന്നെ നമ്മൾ ഇതിൻ്റെ മേലോട്ട് ആഡ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് വന്നത് മൊത്തം എല്ലാം കൂടെ നമ്മൾ അതിൽ ആഡ് ചെയ്തു. ദെൻ നമ്മൾ അതൊരു 45 മിനിറ്റ്സ് നമ്മൾ ഗ്യാസിൽ വെക്കുക. അതിന് ശേഷം നമ്മുടെ കുഴിമന്തി ഈസ് റെഡി. അത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് പിന്നെ ഒരു 5 മിനിറ്റ്സ് കുറച്ചും കൂടെ ഒന്ന് അങ്ങനെ വയ്ക്കുക മിക്സ് ചെയ്തതിന് ശേഷം.